പത്തനംതിട്ടയിൽ നിന്ന് 6 വർഷം മുമ്പ് കാണാതായ ജസ്ന മരിയ ജെയിംസ് എവിടെയെന്ന ചോദ്യം ഇന്നും ബാക്കി നിൽക്കുകയാണ്. ജസ്നയുടെ തിരോധാനത്തിൽ നിർണായക വെളിപ്പെടുത്തലുമായി പിതാവ് ജെയിംസ് ജോസഫ് രംഗത്തെത്തി. ജസ്നയെ അപായപ്പെടുത്തിയിട്ടുണ്ടാകുമെന്നും മകൾ ജില്ല വിട്ടു പോയിട്ടില്ലെന്നുമാണ് ജെയിംസിന്റെ പ്രതികരണം. ജസ്നയെ സ്ഥിരമായി ആരാധനാലയത്തിൽ കണ്ടുമുട്ടുന്ന സുഹൃത്തിന്റെ കാര്യം അന്വേഷണ സംഘം വിട്ടുപോയി. സമാന്തര അന്വേഷണത്തിൽ നിർണായക തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. ലവ് ജിഹാദ് അടക്കമുള്ള ആരോപണങ്ങൾ ജെയിംസ് തള്ളിക്കളഞ്ഞു. നമ്മൾ CBIയുടെ അന്വേഷണ റിപ്പോർട്ട് CBI ഇതുവരെ അന്വേഷിച്ച ജസ്ന മിസ്സിംഗ് കേസിൽ അന്വേഷിച്ചിരിക്കുന്ന എല്ലാവരും അന്വേഷിച്ചതിൻ്റെ റിപ്പോർട്ടുകൾ ഞാൻ വാങ്ങിയിരുന്നു. ഞാനും എൻ്റെ ടീമും അതിനെക്കുറിച്ച് പഠിച്ചു. ഈ CBI അന്വേഷിക്കുന്ന പോലെ ലോക്കൽ പോലീസ് അന്വേഷിച്ച പോലെ എൻ്റെ മകളെ അന്വേഷിച്ച് ഞങ്ങളൊരു ടീം പറയുന്നുണ്ട് എപ്പോഴും. ആ അന്വേഷണത്തിൽ നമുക്ക് അവരെ എത്തപ്പെടാത്ത ചില കാര്യങ്ങൾ നമുക്ക് ബോധ്യപ്പെട്ടു. ജസ്ന തിരോധാന കേസിൽ CBI അന്വേഷണം അവസാനിപ്പിച്ച് കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചതിന് പിന്നാലെയാണ് നിർണായക വെളിപ്പെടുത്തലുമായി ജസ്നയുടെ പിതാവ് ജെയിംസ് ജോസഫ് രംഗത്തെത്തിയിരിക്കുന്നത്. മകൾ ജീവിച്ചിരിപ്പില്ല എന്നും അപായപ്പെടുത്താൻ തന്നെയാണ് സാധ്യതയെന്നുമാണ് ജെയിംസ് ജോസഫിൻ്റെ പ്രതികരണം. അദ്ദേഹം കോടതിയിലും ഹർജിയിൽ ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുകയാണ്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട പുനരന്വേഷണം നടത്താൻ CBI തയ്യാറാകണമെന്ന ആവശ്യമാണ് ജസ്നയുടെ പിതാവ് മുമ്പോട്ട് വെക്കുന്നത്. ഇക്കാര്യങ്ങളടക്കം ഹർജിയിൽ ചൂണ്ടിക്കാണിച്ചിട്ടുമുണ്ട്. 19-ാം തീയതി ഈ കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ വെളിപ്പെടുത്തലുകൾ താൻ നടത്തുമെന്നാണ് ജെയിംസ് ജോസഫ് അറിയിച്ചിരിക്കുന്നത്. മകളുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട പ്രാഥമികമായ അന്വേഷണം നടത്തിയ ലോക്കൽ പോലീസ് ആ അന്വേഷണത്തിൽ വീഴ്ച വരുത്തിയിട്ടുണ്ട്. മുണ്ടക്കയം വിട്ട് മകൾ പോയിട്ടില്ല. മുണ്ടക്കയം ഭാഗത്ത് തന്നെ മകൾ ഉണ്ടായിരുന്നു. പക്ഷേ അതുമായി ബന്ധപ്പെട്ട കൃത്യമായ വിവരങ്ങൾ ശേഖരിക്കാൻ പോലീസിന് കഴിയാതെ പോയി എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട ജെയിംസ് ജോസഫിൻ്റെ പ്രതികരണം. അതോടൊപ്പം തന്നെ ഈ ലവ് ജിഹാദ് അടക്കമുള്ള വിവിധ വിഷയങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പ്രചരിക്കപ്പെട്ടിരുന്നു. ഇതിനെ വർഗീയവൽക്കരിക്കാനുള്ള ശ്രമമുണ്ടായി. പക്ഷേ അത് മുഴുവൻ കുടുംബം നിരാകരിക്കുകയാണ്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ജസ്നയുടെ ആൺ സുഹൃത്തിനെ അടക്കം സഹപാഠിയായിരുന്ന ആൺ സുഹൃത്തിനെ അടക്കം നുണ പരിശോധനയ്ക്ക് വിധേയനാക്കിയിരുന്നു. പക്ഷേ അവിടെയൊന്നും അന്വേഷണത്തിൽ നിർണായകമാകുന്ന വിവരങ്ങൾ കണ്ടെത്താൻ CBIക്ക് പോലും കഴിയാത്ത സാഹചര്യമാണ് ഉണ്ടായത്. ജസ്നയ്ക്കൊരു അജ്ഞാത സുഹൃത്തുണ്ടായിരുന്നു. ആ സുഹൃത്തിനെക്കുറിച്ച് അന്വേഷണം നടത്താൻ കഴിയാതെ പോയതാണ് ജസ്നയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട ദുരൂഹതകൾ വർദ്ധിപ്പിച്ചതെന്നും പിതാവ് പറയുന്നു. പക്ഷേ ഈ സുഹൃത്തുമായി ബന്ധപ്പെട്ട കൃത്യമായ വിവരങ്ങൾ തൻ്റെ പക്കലുണ്ട്. CBI അന്വേഷണം അവസാനിപ്പിച്ചതിന് പിന്നാലെ ഒരു സംഘമായി ചേർന്ന് തങ്ങൾ സമാന്തരമായ ഒരു അന്വേഷണം നടത്തിയിരുന്നു. ഒരു ടീമായിട്ടാണ് ഈ അന്വേഷണം നടത്തിയത്. ആ അന്വേഷണത്തിൽ കണ്ടെത്തിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ജസ്ന ജീവനോടെ ഇല്ല, അപായപ്പെടുത്തിയിട്ടുണ്ട്, അജ്ഞാത സുഹൃത്താണ് ഇതിന് പിന്നിൽ എന്നൊക്കെ ജസ്നയുടെ പിതാവ് പറഞ്ഞു വെക്കുന്നത്. സംശയങ്ങൾ തോന്നിയിട്ടുണ്ട്. ആ ചൂണ്ടാണ് ഇപ്പം മറ്റുള്ളവർക്ക് വരുന്നത്. അല്ല, ഞാൻ ഇതിനു മുമ്പ് നിങ്ങളുടെ അടുത്ത് എന്ത് പറഞ്ഞാലും നിങ്ങൾ വിശ്വസിക്കരുത്. ജസ്നയുടെ ഈ അജ്ഞാത സുഹൃത്ത് ആരായിരുന്നു എന്നതിനെ സംബന്ധിച്ച അഭ്യൂഹങ്ങൾ ഏറുകയാണ്. പിതാവ് പറയുന്നത് ജസ്നയ്ക്ക് വ്യാഴാഴ്ച പതിവായി പ്രാർത്ഥനയ്ക്ക് പോകുന്ന സ്വഭാവമുണ്ടായിരുന്നു. ഈ കാണാതായ ദിവസവും 2018 മാർച്ച് മാസം 22-ാം തീയതി കാണാതാകുന്ന ദിവസവും ഒരു വ്യാഴാഴ്ച തന്നെയായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഈ അജ്ഞാത സുഹൃത്ത് ആരാണ് എന്ന സംശയമാണ് ഇപ്പോൾ ഉയർന്നത്. അയാളെ സംബന്ധിച്ച മുഴുവൻ ഡിജിറ്റൽ വിവരങ്ങളും തൻ്റെ പക്കലുണ്ട്. പക്ഷേ രഹസ്യമായി അന്വേഷണം നടത്താൻ CBI തയ്യാറാണെങ്കിൽ ആ വിവരങ്ങൾ മുഴുവൻ CBIക്ക് കൈമാറാൻ താൻ ഒരുക്കമാണ് എന്നാണ് ജെയിംസ് ജോസഫ് വ്യക്തമാക്കുന്നത്. CBI സംഘം ഈ അജ്ഞാത സുഹൃത്തിന് പിന്നാലെ ഉണ്ടെന്ന വിവരം ഇയാൾക്ക് ലഭിക്കുന്ന ഒരു സാഹചര്യമുണ്ടായാൽ തെളിവുകൾ നശിപ്പിക്കപ്പെടാനുള്ള സാധ്യത ഏറെയാണ് എന്നും ജെയിംസ് ജോസഫ് ഹർജിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്.